നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ പുതിയ ഇൻഫോർമേഷനാണ്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. 25/5/2026 തീയതിയിൽ നിലവിലുള്ളതും 31/8/2026 തീയതി വരെയുള്ള കാലയളവിൽ കാലാവധി അവസാനിക്കുന്നതുമായ റാങ്ക് പട്ടികകളുടെ കാലാവധി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ ചട്ടം 13-ന്റെ 5-ാം പ്രൊവിഷൻ പ്രകാരം 30/11/2026 തീയതി വരെ ദീർഘിപ്പിച്ചു. അപ്പോൾ ഓഗസ്റ്റ് 31 വരെ ഉണ്ടായിരുന്ന കാലാവധി അത് നവംബർ 30 വരെയാണ് അത് നീട്ടിവച്ചിരിക്കുന്നത്. അടുത്തത് അഭിമുഖം. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് വകുപ്പിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 പട്ടികവർഗം കാറ്റഗറി നമ്പർ 437/2024 തസ്തികയിലേക്ക് 2026 ജൂൺ 3 രാവിലെ 7:30 PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും അഭിമുഖവും നടത്തും. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിൽ മത്സ്യഫെഡിൽ ടെക്നോളജിസ്റ്റ് പാർട്ട് 1 ജനറൽ വിഭാഗം കാറ്റഗറി നമ്പർ 587/2024 പാർട്ട് 2 മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർ വിഭാഗം കാറ്റഗറി നമ്പർ 588 ആണെങ്കിൽ അപ്പോൾ അത്രയും തസ്തികകളിലേക്ക് 2026 ജൂൺ 3, 4, 5 തീയതികളിൽ PSCയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. ഇനി ഇതിൻ്റെ SMS-ഉം പ്രൊഫൈൽ സന്ദേശവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇല്ല എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ 047125464442 കോൺടാക്റ്റ് ചെയ്യുക. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിൽ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ 481/2024 തസ്തികയിലേക്ക് 2026 ജൂൺ 3 രാവിലെ 7:30-നും 9:30-നും PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും അഭിമുഖവും നടത്തും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഹെറിറ്റേജ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റർ കാറ്റഗറി നമ്പർ 129/2023 ആണ്. തസ്തികയിലേക്ക് 2026 ജൂൺ 4 PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. ഇനി OMR പരീക്ഷ. ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് ഓഫീസർ കാറ്റഗറി നമ്പർ 416/2025 തസ്തികയിലേക്ക് 2026 ജൂൺ 3 രാവിലെ 7 മണി മുതൽ 8:50 വരെ OMR പരീക്ഷ നടത്തുന്നതാണ്. അപ്പോൾ ഇതിൽ കേരള PSCയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉത്തരക്കടലാസുകൾ നീക്കം ചെയ്ത് നശിപ്പിക്കും. കേരള PSCയുടെ 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ റാങ്കുകൾ പട്ടികകൾ പ്രസിദ്ധീകരിച്ച തസ്തികകളുടെയും അവയുടെ കൂടെ പൊതുപരീക്ഷ നടത്തിയിട്ടുള്ള തസ്തികകൾ ഉൾപ്പെടെ തുടർ നടപടികൾ ആവശ്യമില്ലാത്ത OMR വിവരണാത്മക പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ ചട്ടപ്രകാരം നീക്കം ചെയ്ത് നശിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ലിസ്റ്റ് PSC വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം മുഖേന അപേക്ഷിക്കാൻ അവസരം. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള PSC തുടങ്ങിയ വകുപ്പുകളിൽ സെക്യൂരിറ്റി ഗാർഡ് കാറ്റഗറി നമ്പർ 616/2025 ഇതിൻ്റെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു. കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 2026 ജൂൺ 3 രാത്രി 12 മണി വരെ അപേക്ഷിക്കാം. അർഹതാ നിർണയ പരീക്ഷ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് തസ്തിക മാറ്റം മുഖേന ലാബ് അസിസ്റ്റന്റായി നിയമനം ലഭിക്കുന്നതിനും നിലവിൽ ലാബ് അസിസ്റ്റന്റ്മാരായി ജോലി ചെയ്യുന്നവർക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിനുമായി 2026 ജൂൺ 3 രാവിലെ 8:30 മുതൽ 11:15 വരെ ഓൺലൈനായി നടത്തുന്ന അർഹതാ നിർണയ പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാണ്. അതുപോലെ ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് 2026 ജൂൺ 5 അഭിമുഖം നടത്തും. അതുപോലെ നഴ്സ് ഗ്രേഡ് 2 ആയുർവേദ ഇടുക്കി ജില്ല 745/2024 ജൂൺ 5 എറണാകുളം ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജുകളിൽ സ്റ്റുഡിയോ അസിസ്റ്റന്റ് അതിൻ്റെ വരുന്നത് ജൂൺ 4, 5 തീയതികളിലേക്കും ഹെറിറ്റേജ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് ജൂൺ 4-നും PSCയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ചാണ് ഇൻ്റർവ്യൂ. ഇനി ജൂൺ 3, 4 തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ. ഇവിടെ പല കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. 738, 24, അതുപോലെ തന്നെ 602 എന്നീ കാറ്റഗറികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ജൂൺ 3 മറ്റൊരു എക്സാം വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ ഇൻഫോർമേഷൻസ്. മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.